ഹലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചേട്ടനെ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വിട്ട് ഗേറ്റ് അടയ്ക്കാനായിട്ട് താഴെ വന്നതാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് ഇങ്ങനെ മിന്നി മിന്നി നിൽക്കണ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ പൊക്കത്തേക്ക് കയറി വന്നേ. പിന്നെ രസം ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ രാവിലെ നമ്മൾ താഴെ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ചീമച്ചക്ക വീണ് കിടക്കുന്നുണ്ട് കേട്ടോ മരത്തേന്ന്. അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മെഴുക്കുവരട്ടി വയ്ക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ അമ്മയടുത്ത് സംസാരിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് ചിക്കൻ കറി വയ്ക്കുന്ന പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴറ്റിയിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തേ. എന്നിട്ട് ചക്കയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് അടച്ച് വെച്ചിട്ടാ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചപ്പോഴത്തേക്കും ചക്കയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിന് ചക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ഞാൻ എരിവിടാണ്ട് മെഴുക്ക് വരട്ടിയായിട്ട് സവാളയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഏട്ടൻ പിന്നെ ഈ ചക്ക കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വൻപയറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചോറ് നേരത്തെ തന്നെ വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലത്തെ നമ്മുടെ ഇരുമ്പമ്പുളിയിട്ട മീൻ കറിയാണ്. അതും ചൂടാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടുക്കളത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മുടെ വീടടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കള പണിയും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് തുടച്ചേക്കാമെന്ന് കരുതിയേ. അപ്പോൾ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വന്നിട്ടാ. അപ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഹെയർ ഭയങ്കര ഇഷ്ടമായിട്ടാ. അല്ലെങ്കിൽ എൻ്റെ ഹെയർ ഇങ്ങനെ വാല് പോലെ കിടക്കണം, വല്ലാത്തൊരു വിഷമം പോലെ ഉണ്ടാവും എപ്പോഴും. പിന്നെ മോളും ഞാനൊക്കെ കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്കും പിന്നെ അവൾക്ക് വിശക്കാൻ തുടങ്ങി. അന്നേരം അവൾക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ചേട്ടനായിട്ട്. 3:30 ചേട്ടൻ വരാതായപ്പോൾ പിന്നെ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചട്ടാ. അപ്പോൾ കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.